സമസ്തണ്ടായ ദുന്യാവ് ആഖിറം കിട്ടും, ലീഗ് ഉണ്ടായ ദുന്യാവും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ്. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മാർക്സിസ്റ്റിനെക്കാളൊക്കെ നല്ല നമ്മളെ ലീഗ് തന്നെയല്ല, പാണക്കാട് തങ്ങളല്ല അവിടെ ഉള്ളത്. മറ്റേ അച്യുതാനന്ദനും പിണറായിക്കല്ലോ ഒരു ഒരിക്കലെങ്കിലും ഒതുർത്തിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോ നമ്മൾ വിചാരിക്കും ഇവര് ഭയങ്കരമായിട്ട് മാർക്സിസം തലയിൽ കാൾ മാർക്സിന്റെ ക്യാപിറ്റലൊക്കെ വായിച്ചിട്ട് ഇവര് വരുന്നത്. അതൊന്നുമല്ല, എറിയാൻ തോന്നുകയാണ്. ഭയങ്കരമായിട്ട് ആരോഗ്യമുള്ള സഭയാണ്. റെഡ് ബുള്ളൊക്കെ 4 കുടിച്ച് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. എവിടെ ഇതൊക്കെ ഒന്ന് റിലീസ് ചെയ്യണ്ടേ? അപ്പൊ കുട്ടികളെ വരി, നമുക്ക് ഒരു 10 ബസ് പൊട്ടിക്കണം, ഒരു 20 കാറിന് തീ വെക്കണം, വരി, നിങ്ങൾ എന്ത് പോലീസ് വിളിച്ചാലും നമ്മൾ ഇറക്കി കൊണ്ടുവരും കേട്ടോ, റെഡിയാണോ? റെഡി, ഇറങ്ങുള്ളൂ. പിന്നെ അവർ എറിയാണ്. കൊടി ഏത് കൊടി കൈ കുടിച്ചാലും പിടിക്കും. അപ്പോൾ കാരണം അവർക്ക് ഇപ്പോൾ എറിയണമെന്നേ ആവശ്യമുള്ളൂ. അത്രയും റിഗർ, ഭയങ്കര ആരോഗ്യവും ഉന്മേഷവും ഒരു എന്തെന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നൊരു പ്രായമാണ് ഈ പ്രായം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ പോലെ ആരും ഈ സമരത്തിന് പോവില്ല. വളരെ ഒരു പണിയില്ലാത്തല്ല പോണത് കേട്ടോ. ഒരിക്കൽ കിട്ടിയാലും പോവില്ല. എറിയാൻ ഭയങ്കര ഏറിങ്ങിട്ട് കൊണ്ടാലല്ലേ എൻ്റെ രസം അറിയുള്ളൂ. ശരിക്കും അതറിഞ്ഞവരാരും പിന്നെ പോയിട്ടില്ല. കാരണം ഇത് ആശയപരമായ ഒരു ആവേശമല്ല. ഇത് സ്വാഭാവികമായി ഇപ്പം ലീഗിന്റെ നേതാക്കന്മാർ പറയാം, ഞങ്ങൾ എറിഞ്ഞോളി കുട്ടികളെ, ഞങ്ങൾ MSF ഒക്കെ ഉണ്ടാക്കി എറിഞ്ഞോളി എന്ന് പറഞ്ഞാൽ നമ്മൾ എറിയും. പക്ഷെ നമ്മളിത് എറിയരുത് നമ്മൾ നേതാക്കന്മാർ പറഞ്ഞിട്ട് ആ കൊടിൻ്റെ ഒപ്പം നിൽക്കുന്നത് ആത്മാർത്ഥമായ നൃത്തമാണ്. എറിയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചിരുത്തണ്ടേ. ഇവിടെ എറിയാൻ തോന്നണ നേരാണിത്, നിങ്ങൾ എറിയല്ലേ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ. ഇത് ആശയപരമായ പ്രബുദ്ധതയാണ്. മറ്റേത് അതല്ലേ, എറിയാനല്ലേ, ഒന്നും സംഭവിക്കാൻ പോണില്ല.